ഗാസയിൽ കൊല്ലപ്പെട്ട 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി. റെഡ് ക്രോസ് വഴിയാണ് കൈമാറ്റം. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് ഹമാസിന്റെ നീക്കം. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഈ മൃതദേഹം കൈമാറുന്നത് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തുടർ നടപടികൾ? ശ്രീജ, ഈ വെടിനിർത്തൽ കരാർ എന്നൊന്ന് നിലവിൽ വന്നെങ്കിലും ഇസ്രായേലിനും ഹമാസിനും ഇടയിലുള്ള ആക്രമണങ്ങൾ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. നേരത്തെ പോലെ വലിയ തീവ്രതയില്ലായിരുന്നുവെങ്കിലും ഈ ആക്രമണങ്ങൾ ഇപ്പോഴും ഇത് പല രീതിയിലായി തുടർന്നു പോന്നിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വലിയ ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തിയിരുന്നു. അവരുടെ ഒരു സൈനികനെ ഹമാസ് വധിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം അത് ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഈയൊരു ഇസ്രായേലിൻ്റെ സൈനികനെ തങ്ങളല്ല വധിച്ചത് എന്നാണ് മറുപടിയായിട്ട് ഹമാസ് പറഞ്ഞത്. എന്തായാലും ഈ ഒരു ഇസ്രായേലിന്റെ നിലവിലുള്ള ആക്രമണത്തിൽ 100-ലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും മേഖലയിൽ വലിയൊരു ഭീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത് ഇത്തരത്തിൽ ഒരു സമാധാന കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ആക്രമണം അത് താൽക്കാലികം മാത്രമാണ്. ഇസ്രായേലിന്റെ സൈനികൻ മരിച്ചത് കാരണമുള്ള ഒരു പ്രകോപനം മാത്രമാണ് നിലവിലുണ്ടായതെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞത്. ട്രംപ് ഉൾപ്പെടെ ഇന്ന് അക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ ഇതിനിടെ ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഹമാസ് നിലവിൽ 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകിയത്. ഇതിനു മുൻപേ ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിൽ തങ്ങൾ പ്രതിസന്ധി നേരിടുന്നു എന്ന് ഹമാസ് നേരത്തെ ഇസ്രായേലിനോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള വലിയ ഉപകരണങ്ങൾ വേണം, എന്നാൽ മാത്രമേ കെട്ടിട അവശിഷ്ടങ്ങളിൽ ഉൾപ്പെടെ തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ അതിർത്തി കടന്ന് ഈ മറ്റ് കൂടുതൽ ഉപകരണങ്ങൾ അത് ഹമാസിന് വിട്ടു നൽകാനാകില്ല എന്നൊരു നിലപാടാണ് ഇസ്രായേൽ ആദ്യം സ്വീകരിച്ചത്. എന്നാൽ തുടർന്ന് നിരന്തരമായിട്ട് ഈ ഹമാസ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതിന് ശേഷം ഇസ്രായേൽ ഇതിന് വഴങ്ങി. തുടർന്ന് ഈജിപ്തിൽ നിന്ന് പുതിയ ഉപകരണങ്ങൾ അത് ഹമാസിന് കൈമാറുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഖാൻ യൂനിസിൽ ഉൾപ്പെടെ ഹമാസ് തെരച്ചിൽ നടത്തി. ഇപ്പോൾ അതിനെ തുടർന്നാണ് ഈ പുതിയ ഉപകരണങ്ങൾ കൊണ്ട് നടത്തിയ തെരച്ചിലിനെ തുടർന്നാണ് വീണ്ടും 2 മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിനെ വിട്ടു നൽകാനായിട്ട് ഇപ്പോൾ ഹമാസ് ഒരുങ്ങിയിരിക്കുന്നത്. നിലവിൽ റെഡ് ക്രോസിന് മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇനി റെഡ് ക്രോസ് വഴി ആ മൃതദേഹങ്ങൾ ഇസ്രായേലിലേക്ക് എത്തണം. തുടർന്ന് ഇവരുടെ സംസ്കാരം ഉൾപ്പെടെ നടത്തും. എന്നാൽ മുൻപ് ഇത്തരത്തിൽ റെഡ് ക്രോസ് വഴി കൈമാറിയ ചില മൃതദേഹങ്ങൾ ബന്ദികളുടെ ആണെങ്കിലും മൃതദേഹങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി അത് ഗാസയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഉൾപ്പെടെ ഇത് പലസ്തീൻ്റെ പല സന്നദ്ധ പ്രവർത്തകരും അധികൃതരും ഉൾപ്പെടെ ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇനി ഈ മൃതദേഹങ്ങൾ ഇസ്രായേലിലെത്തി അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. എന്നാലും ഇത് ഇനി ബന്ദികളുടേതാണെങ്കിലും ഇനിയും 13 മൃതദേഹങ്ങൾ ഈ ധാരണ പ്രകാരം ഹമാസിന് ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ട്. മൊത്തം 28 ബന്ദികളാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങളാണ് കൈമാറാനുള്ളത്. നിലവിൽ ഭൂരിഭാഗം മൃതദേഹങ്ങളും കൈമാറി. ഇനി 13 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസിന് തിരിച്ചു നൽകാനുണ്ട്. ശരി, അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.